ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പുതിയതായിട്ട് ചാനൽ കാണുന്നവരും എൻ്റെ എൻ്റെ നാട്ടിൽ എൻ്റെ ചാനൽ കാണുന്നവർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ചാനലൊക്കെ കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങളെ കുറിച്ച് നല്ലവണ്ണം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നല്ലവണ്ണം മനസ്സിലാക്കി ശ്രദ്ധിച്ച് ചാനൽ എന്ത് ചെയ്യുക, കാണുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ നാട്ടുകാർ ചിലപ്പോൾ വിധി എഴുതുമായിരിക്കും എനിക്ക് ഭ്രാന്താണെന്ന്. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. എനിക്ക് അതിബുദ്ധി നല്ലവണ്ണം ഉണ്ട്. കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാനും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള നല്ല ഗ്രാഹ്യമുണ്ട്. പിന്നെ ദീർഘവീക്ഷണമുണ്ട്. പിന്നെ ഞാൻ വന്ന ബുദ്ധിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 17 വയസ്സ് തൊട്ട് ഒറ്റപ്പെട്ട ഒരു വ്യക്തി, ഒരു സ്ത്രീയാണ് ഞാൻ. ഒറ്റപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഞാൻ. ആ ഒറ്റപ്പെടലിന് കാരണം നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ, അല്ലെങ്കിൽ നമ്മളുടേതായ നാട്ടുകാർ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും നമ്മളെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോഴും നമുക്കത് താങ്ങാൻ പറ്റത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങളിൽ നിങ്ങളാരും, അതായത് എൻ്റെ നാട്ടുകാർ, അല്ലെങ്കിൽ ചൂർണോലിക്ക കുടുംബത്തിലെ, അല്ലെങ്കിൽ ചൂർണോലിക്കലെ കുഞ്ഞോൻ ചേട്ടൻ്റെ മകൾ രാജി എന്ന ഒരു വ്യക്തിയെ മാത്രം നിങ്ങൾക്കറിയാം. രാജി എന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതൊന്നും അല്ലായിരുന്നു എൻ്റെ ലൈഫ്. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അതൊന്നുമല്ല. ഒരുപാട് പ്രതിസന്ധികളെ, ഒരുപാട് അതിജീവനങ്ങളെ നേരിട്ട് വന്ന ഒരു ധീരതയുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. നിങ്ങളിപ്പോൾ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഭ്രാന്ത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. ഭ്രാന്ത് എന്ന് പറയുന്നത് ഒരു മാരകമായ രോഗമാണ്. ഭ്രാന്ത് വന്നാൽ അത് മാറാനും ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം എന്ന് പറഞ്ഞാൽ മാരകമായ ഒരു രോഗമാണ്. അത് പിടിപെട്ട് കഴിഞ്ഞാൽ ചിലർ രക്ഷപ്പെട്ടു വരും, ചിലർ എന്ത് ചെയ്യും, മരണപ്പെടും. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് മാരകങ്ങളാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ സിസ്റ്റേഴ്സ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. അവരുടെ വരുമാനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. അതിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന പണമാണെങ്കിലും പിന്നെ അത് ഒരുപാട് പേരുടെ വേദനകൾ, നൊമ്പരങ്ങളായ പണമാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? കല്യാണം കഴിച്ചിപ്പം ഒരുപാട്, അതായത് കത്തോലിക്ക സമുദായത്തിലാണെങ്കിലും പിന്നെ ഹിന്ദു സമുദായത്തിലാണ്, മുസ്ലിം സമുദായത്തിലൊക്കെ ആണെങ്കിലും ഒരു പറ്റം ജനങ്ങൾ സത്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പറ്റം ജനങ്ങൾ അധർമ്മങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ദൈവത്തിനെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും കണ്ടിട്ടില്ല. ക്രിസ്ത്യാനി കണ്ടിട്ടില്ല, ഹിന്ദു കണ്ടിട്ടില്ല, മുസ്ലിം കണ്ടിട്ടില്ല. ആരും ദൈവത്തിനെ കണ്ടിട്ടില്ല. ചിത്രകാരൻ്റെ മനസ്സിലുള്ള ഓർമ്മയിൽ വരച്ച ചിത്രങ്ങളും, അതായത് ചിത്രകാരൻ പണിതിരിക്കുന്ന വിഗ്രഹങ്ങളുമാണ് ദൈവികമായ സങ്കല്പങ്ങളായിട്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു, അതിനെ കാണുകയും നോക്കിക്കാണുകയും ചെയ്യുന്നു. പക്ഷെ അതൊന്നുമല്ല. ഈ പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട്. പ്രപഞ്ചം എന്ന് പറയുന്നത് കാരണം ഈ ചരാചരങ്ങളിൽ കാണാൻ പറ്റാത്തില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത അനേക സൂക്ഷ്മജീവികളെയും എല്ലാം ഈ പ്രകൃതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം എന്ന് പറയുന്ന എന്തോ യുഗങ്ങൾക്ക് മുമ്പുള്ള എന്തോ ഒരു ദൈവികമായ ഒരു ശക്തി ഈ ഭൂമിയിലുണ്ട്. ദൈവിക ശക്തി. ദൈവത്തിനെ ആരും കണ്ടിട്ടില്ല. ദൈവത്തിനെ യഥാർത്ഥമായി ദൈവിക സ്നേഹം അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളെന്ന് പറയുന്നത് അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ്. അത് എല്ലാവരെയും കൊണ്ട് പറ്റത്തില്ല. ദുഷ്ടതയും പിന്നെ ഈ സ്വത്തിന് വേണ്ടിയിട്ടും മുതലിന് വേണ്ടിയിട്ടും പിന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കുകയും പിന്നെ എന്ത് ചെയ്യുക, മക്കളെ എടുത്ത് ചീല ചുറ്റുകയും മക്കളെ എടുത്ത് നാട്ടുകാരുടെ മുമ്പിൽ ചീല കൊടുക്കുകയും ചെയ്യുന്നവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ദൈവത്തിന് എന്തെല്ലാം പ്രാർത്ഥിച്ചാലും അതൊന്നും ദൈവം കേൾക്കാൻ പോകുന്നില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടും മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടും ഏഷണി പറഞ്ഞിട്ടും പരദൂഷണം ചെയ്തിട്ടും കൂടോത്രം ചെയ്തിട്ടൊക്കെ പോയിരുന്നിട്ട് പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും യഥാർത്ഥമായ ദൈവം കേൾക്കത്തില്ല. ഒരാളും കേൾക്കത്തില്ല. പള്ളിയിലെ അച്ഛൻ ചിലപ്പോൾ കേൾക്കുമായിരിക്കാം, അങ്ങേരെ 2 ആശീർവാദവും തരുമായിരിക്കാം. അതോടുകൂടി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ പാപം മോചിച്ചു. അതായത്
ഓരോ മനുഷ്യ ജന്മങ്ങളും, അതായത് ഓരോ മനുഷ്യനായിട്ട് പിറന്നിരിക്കുന്നതും ഓരോരുത്തരും പുനർജന്മമുണ്ട് ഈ ഭൂമിയിൽ. അതായത് പിന്നെ ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും ഹിന്ദു മതത്തിലാണെങ്കിലും മുസ്ലിം മതത്തിലാണെങ്കിലും എല്ലാ മതങ്ങളിലും പുനർജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആത്മാവിന് നിത്യശാന്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ശക്തിയാണ് ആത്മാവെന്ന് പറയുന്നത്. ഒരു മനുഷ്യ ശരീരത്തിന് ആത്മാവുണ്ട്. അതായത് ജീവൻ പോയി കഴിഞ്ഞാലും ആത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? ജീവിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ. ആത്മാവിനെ ആർക്കും കാണാൻ പറ്റത്തില്ല. ആത്മാവെന്ന് പറയുന്ന ആ ശക്തി ജീവിക്കുന്നുണ്ട്. ശരീരം എന്ത് ചെയ്യും? മണ്ണിനോട് അലിഞ്ഞു ചേരും. ഇപ്പോൾ എന്തെല്ലാം കൂട്ടി വെച്ചെന്ന് പറഞ്ഞാലും, എന്തെല്ലാം നാടകങ്ങൾ കളിച്ചെന്ന് പറഞ്ഞാലും, ഇപ്പോൾ എന്തെല്ലാം ഒപ്പിട്ട് നിങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞാലും, എല്ലാവരും ലാസ്റ്റ് ചെന്നലോട്ട് പള്ളിയിൽ എന്ത് ചെയ്യും? നിങ്ങളെല്ലാം ചെന്നലോട്ട് പള്ളിയിൽ പോയിട്ട് കിടക്കണം. നിങ്ങളുടെ ലാസ്റ്റത്തെ ഫിനിഷിംഗ് ആണ് ചെന്നലോട്ട് പള്ളിയിലെ ശിവത്തേരി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെ മരിക്കുമെന്നും എവിടെ ജീവിക്കുമെന്നും എവിടെ അടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഞാനിങ്ങനെ പരദേശവാസിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചെന്നലോട്ടേക്ക് എൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരരുതെന്നും എൻ്റെ നാട്ടുകാരെ എൻ്റെ ഡെഡ് ബോഡി കാണിക്കരുതെന്നും ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് എന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദ്രോഹിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? നിങ്ങൾക്ക് ആർക്കും എന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ദ്രോഹിക്കാൻ പറ്റില്ല. കാരണം എന്നെ ആരാണ് അടക്കുന്നതെന്നും എന്നെ ആര് കയ്യേറ്റെടുക്കുമെന്നും എൻ്റെ ഡെഡ് ബോഡി ആരാണ് കയ്യേറ്റെടുക്കുന്നതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ഡയറിയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി വയ്ക്കാൻ പോകുന്നതുമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചുരുട്ടി എറിയുന്ന സാധനം പിന്നെ ഞാൻ എന്ത് ചെയ്യാറില്ല? നിവർത്ത് നോക്കാനായിട്ട് ഞാൻ പോകാറില്ല. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷുദ്രപ്രയോഗങ്ങളെക്കുറിച്ചാണ്. അതായത് എന്താ പറയുക, ക്രിസ്ത്യൻ മതത്തിലുള്ളവരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും പല ഹിന്ദു ആയിട്ടിരിക്കുന്ന ജ്യോത്സ്യന്മാരെയും, അതായത് മുസ്ലിം ആയിട്ടിരിക്കുന്ന തങ്ങൾമാരെയൊക്കെ എന്ത് ചെയ്യും? കാണാനായിട്ട് പോകും. അത് അവരവരുടെ ബിസിനസ് സംബന്ധമായിട്ടും വ്യക്തിപരമായ പ്രശ്നങ്ങളായിട്ടും അങ്ങനെയൊക്കെ ആളുകൾ പോകും. അപ്പോൾ അവരതിലൊക്കെ വിശ്വസിക്കും. ഈ പോണമെന്ന് ആരും എന്ത് ചെയ്യത്തില്ല? അറിയാനും പോകുന്നില്ല. കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം എൻ്റെ കുറച്ച് യാത്രയിലുള്ള കുറച്ച് അനുഭവമാണ് പറയാൻ പോണത്. ഞാൻ തമിഴ്നാട്ടിൽ, അതായത് എനിക്ക് ജാതി മതമൊന്നുമില്ല. ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്, ക്രിസ്ത്യൻ പള്ളിയിൽ പോകാറുണ്ട്, മുസ്ലിം പള്ളിയിൽ പോകാറുണ്ട്, ഭീമാപ്പള്ളി, അതായത് ഏർവാടി, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാനും പഠിക്കാനൊക്കെ ആയിട്ട് ഞാൻ യാത്ര ചെയ്യാറുണ്ട്. അപ്പം ഏർവാടി എന്ന് പറയുന്ന, അതായത് മുസ്ലിം മതത്തിൽ തന്നെ ചില പുണ്യാത്മാക്കൾ, അതായത് പേർഷ്യയിൽ നിന്നും, അതായത് ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഇവിടെ വന്ന് പ്രവാചകൻ, അതായത് ഈ ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാർ, ശിഷ്യന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന കുറച്ച് നല്ല ആളുകൾ ഈ കേരളത്തിലും, അതായത് കുറേ കോടാനുകോടി വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇവിടെ വന്ന് നല്ല കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഉപദ്രവിച്ചും അങ്ങനെയൊക്കെ ഒരുപാട് ഇതൊക്കെ വന്ന് ചിലരൊക്കെ ധ്യാനിച്ച്, അതായത് മുസ്ലിം മതത്തിലാണെങ്കിലും ഹിന്ദു മതത്തിലാണെങ്കിലും, ഇപ്പം നിങ്ങൾക്കറിയാം, അതായത് വയനാട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വയനാട് നിന്ന് അങ്ങ് താമരശ്ശേരി കഴിഞ്ഞ് കീങ്ങാപ്പുഴ എന്ന് പറയുന്ന സ്ഥലമൊക്കെ കഴിയുമ്പോൾ അവിടെ ഒരു ഒടുങ്ങാക്കാട് പള്ളിയുണ്ട്. അവിടെ ഒരു ഖബറുണ്ട്. കാരണം ഞാൻ പോയിട്ടുണ്ട്, ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനവിടെ നല്ലോണം അവിടെ ഞാൻ എന്ത് ചെയ്ത് കയറി തൊഴുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് എവിടെ ചെന്നാലും നല്ല സ്വീകരണങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അവിടെ ഉള്ള പല വിശേഷപ്പെട്ട കാര്യങ്ങൾ, എവിടെ ഞാൻ പോയാലും അവിടെയുള്ള പല വിശേഷപ്പെട്ട കാര്യങ്ങളും എന്നെ എന്ത് ചെയ്യാറുണ്ട്? കാണിച്ചു തരാറുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ചെല്ലുമ്പോൾ എല്ലാവർക്കും എന്നോട് ഭയങ്കരമായ കാര്യമാണ്. അപ്പോൾ എനിക്ക് അവിടെയുള്ള പ്രധാന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നെ അവർ എടുത്ത് കാണിച്ചു തരും. എല്ലാവർക്കും അങ്ങനെ അതിനുള്ള ഭാഗ്യം കിട്ടില്ല, എന്നെ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒടുങ്ങാക്കാട് എന്ന് പറയുന്ന സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്ന ഒരു സന്യാസമായിട്ടുള്ള ഒരു ആൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിരുന്ന് സമാധിയായിട്ടുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, അതായത് വയനാട് ചുരം കണ്ടുപിടിച്ചിരിക്കുന്ന കരിന്തണ്ടൻ എന്ന് പറയുന്ന ഒരു മൂപ്പനാണ്. ഇപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്? ആ മൂപ്പനെ അവിടെ, പിന്നെ മൂപ്പൻ്റെ പ്രതിമയൊക്കെ അവിടെ
അവിടെ മൂപ്പൻ്റെ പ്രതിമയും ചങ്ങലയും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വയനാടേക്ക് പോകുന്നവർക്കൊക്കെ അറിയാം കരിന്തണ്ടൻ മൂപ്പൻ്റെ ചങ്ങലയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കരിന്തണ്ടനുമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒടുങ്ങാക്കാട് കിടക്കുന്ന ആൾക്ക് കരിന്തണ്ടനുമായിട്ടുള്ള ബന്ധവും ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആദിവാസികളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഖബർസ്ഥാനി കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുകയും നേർച്ചയിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബസ്സിലൊക്കെ ആണെങ്കിൽ ആളുകൾ പോകുമ്പോൾ അവിടെ നേർച്ചയിട്ടിട്ട് പോകും, അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും നേർച്ചയിട്ടിട്ട് പോകും. പിന്നെ വേറെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ കഴിഞ്ഞ 2-3 മാസമൊക്കെ വീട്ടിലേക്ക് വരുന്ന സമയങ്ങളൊക്കെ ഞങ്ങൾ ബൈക്കിലായിരുന്നു എന്ത് ചെയ്ത്, ഞങ്ങൾ വണ്ടി എടുത്ത സമയത്ത് ഞങ്ങളുടെ ബൈക്കിലായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ വരുന്ന വഴിക്ക് അതുപോലെ ഒരു ഖബർസ്ഥാനി കിടപ്പുണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായ ഒരുപാട് ഞങ്ങൾ വിഷമിച്ച് ഞങ്ങൾ യാത്ര ചെയ്ത സമയത്ത് ഞങ്ങളുടെ വണ്ടി അറിയാതെ അവിടെ നിർത്തുകയും അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന യാത്രക്കാർക്കെല്ലാം ഇങ്ങനെ പഴം വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു ഖബർ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഇരുന്ന് കുറേ നേരം വണ്ടി നിർത്തി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ച് പഴമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തൊഴുത് ഞാൻ അവിടുന്ന് പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ ആയിട്ട് നല്ല ഒരു ബന്ധമുണ്ട്. അത് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത ഒരു ഖബറിൽ ഒരു മുസ്ലിമായിരിക്കുന്ന ഒരാളുടെ ഖബർ, ഒരു സമാധിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ റോഡ് വന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോകാനായിട്ട് ഒരു മിനിറ്റ്, കുളി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ ചായ കുടിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. ചായയാണത്. അങ്ങനെ കുറേ ദിവസം കൊണ്ട് വയ്യാണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും നേരം ഓരോ ജോലിയായിരുന്നു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ചൂട് ചായയുണ്ട്, അത് കുടിച്ച് പിന്നെ കഴിക്കാൻ റസ്ക്, ഉഴുന്നോടെ അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ചായ കുടിക്കുക, കാരണം തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. കുളി ഈ പച്ചവെള്ളത്തിലുള്ള കുളി എന്നും വയ്യെങ്കിലും പച്ചവെള്ളത്തിൽ ഇങ്ങനെ കുളിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് തൊണ്ടയ്ക്ക്. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ ഈ ഖബറിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അങ്ങനെ പല സ്ഥലത്തും ഭീമപ്പള്ളി എന്ന് പറയുന്ന ഭീമയും ഒരു ഉമ്മയും മോനുമാണ് അവിടെ ഉള്ളത്. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ട് അവിടെ സമാധിയായത്. ഇന്ന് ഒരുപാട് ആളുകൾ അവിടെ വരാറുണ്ട്. അങ്ങനെ ഞാൻ പോയി കണ്ടിരിക്കുന്ന ഖബർസ്ഥാനികളിലെല്ലാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും പല ക്രിസ്ത്യാനികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരികയും പ്രാർത്ഥിക്കുകയും അവിടെ പട്ടിടുകയും മുല്ല മാലയിടുകയും ചക്കരക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ പല നേർച്ചകൾ എന്ത് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ പല നേർച്ചകളും കാഴ്ചകളൊക്കെ കൊടുക്കുന്നു. പിന്നെ ഈ അതായത് ഏർവാടി എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് കടുപ്പമുള്ളതാണ് കേട്ടോ. അവിടെ ഞാൻ ചെന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മുസ്ലിങ്ങൾ തന്നെ അവർക്ക് ക്ഷുദ്രപ്രയോഗങ്ങളും അതായത് വലിയ വലിയ പണപ്പാർട്ടി ആയ ആളുകൾക്ക് ക്ഷുദ്രപ്രയോഗങ്ങൾ ചെയ്തിട്ട് അവരുടെ മക്കൾക്കെല്ലാം സുബോധങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പല താത്താമാരൊക്കെ ആണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് ആ മണ്ണിനകത്ത്, അതായത് മണലാണ് അവിടെ, ആ മണ്ണിനകത്ത് അവർ കടന്നുറങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള പല ആളുകൾ നേർച്ചാ ഭക്ഷണങ്ങളെല്ലാം എന്ത് ചെയ്യും ഇങ്ങനെ കൊണ്ട് അവിടെ കൊടുക്കുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട്. മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് അവിടുന്ന് പോകാതെ തന്നെ ആ മണ്ണിൽ കിടക്കുന്നവരുണ്ട്. പള്ളിക്ക് ചുറ്റും ഇങ്ങനെ ഓടാറുണ്ട്, അലറി വിളിക്കാറുണ്ട്, അലറിക്കൂവാറുണ്ട്. അപ്പം ഞാൻ ഒരാവശ്യമായിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ഒരു ദിവസം എന്ത് ചെയ്തു, ആ മണ്ണിൽ എന്ത് ചെയ്തു കിടന്നുറങ്ങി. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ കിടന്നു ആ അലറി വിളിക്കലും കൂവലും കാർച്ചയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുകളായി. കാരണം എന്ന് വെച്ചാൽ ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത് എൻ്റെ ലൈഫിൽ. കാരണം ഇത്രയും അധികം മനുഷ്യൻ വൈരാഗ്യം മൂത്ത് ഇങ്ങനെ കൂടോത്രം എന്ന് പറയുന്ന സംഭവം ഉണ്ട് കേട്ടോ. അത് കൂടോത്രം ആഭിചാരം എന്ന് പറയുന്നത് അത് ഫലിക്കും. അത് ദുഷ്കർമ്മം ചെയ്യുന്ന ആളുകളാണ്. കാരണം ദുഷ്കർമ്മമായ കാര്യങ്ങൾ, അതായത് ഈ ദുഷ്കർമ്മത്തിന് ഉപയോഗിക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെൻസസ് ബ്ലഡ്, പിന്നെ നഖം, മുടി, അങ്ങനെയുള്ള പല കാര്യങ്ങളെടുത്ത് പല ദുർശക്തികളെ വെച്ചിട്ടാണ് ഈ ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്നത്. അതൊക്കെ ഈ ഭൂമിയിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഈ മാന്യന്മാരായിട്ട് നടക്കുന്ന ആളുകളൊക്കെ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നതാണ്, പോണാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്രാർത്ഥനയും വിളക്കും കാര്യങ്ങളൊക്കെ ഒന്നുമില്ലാതെ ആയിരിക്കുന്ന ആളുകളിലേക്ക് ഇത് ചെന്ന് എന്ത് ചെയ്യും, പെടും.
അങ്ങനെ ബന്ധനങ്ങളായി കെട്ടായി അങ്ങനെയൊക്കെ എന്ത് ചെയ്യും ഇരിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളാണ് ഈ സുബോധമില്ലാതെ മക്കളെ തിരിച്ചറിയാതെയും കെട്ടിയവനെ തിരിച്ചറിയാതെയും ഒക്കെ എന്ത് ചെയ്യണം, ഈ ബോധമില്ലാതെ എന്തൊക്കെയെങ്കിലൊക്കെ അങ്ങോട്ട് കാട്ടിക്കൂട്ടിയിട്ട് ഇങ്ങനെ. ഇപ്പം എൻ്റെ അനുഭവം തന്നെ കണ്ടില്ലേ നിങ്ങൾ. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തില്ല, എൻ്റെ ഫാദറിനെ കാണിച്ചില്ല, അവിടെ കുറേ ഗുണ്ടകളെ കൊണ്ട് കെട്ടിയിരുത്തി. അത് കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരെ കൊണ്ടല്ല എൻ്റെ ഫാദർ മരിച്ചു കിടക്കുമ്പോഴും, എൻ്റെ ഫാദർ മരിച്ചു കിടക്കുന്ന വർഷങ്ങളായിട്ട് പ്രേമിച്ച് ഇഷ്ടപ്പെട്ട് ജീവിച്ച് വന്നിരിക്കുന്ന ഒരു വ്യക്തി മരണപ്പെട്ട്, അതായത് അവരുടെ ജീവിതത്തിൽ നിന്ന് ആ ബന്ധം വിച്ഛേദിച്ച ആ ആൾ മരണപ്പെട്ട് ആ ആൾ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്നും മാറ്റം ചെയ്യുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനമായ കാര്യങ്ങളാണ്. മരണ വേർപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ യൂട്യൂബിൽ സിനിമ, ഈ സിനിമയിലുള്ളവർ യൂട്യൂബിലൊക്കെ സിനിമ ഫീൽഡിലുള്ളവരുടെ അച്ഛനമ്മമാർ അങ്ങനെയൊക്കെ മരിക്കുമ്പോഴും പലരുടെ വേർപാടുകൾ കാണുമ്പോൾ എന്ത് ഓരോരുത്തർ അനുഭവിക്കുന്ന ആ വിഷമം അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ആളുകൾക്കുള്ളതാണ്. വേദനകളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ നല്ല ആളുകൾക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം ഞാൻ ഈ പോയ സ്ഥലത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും, അതായത് ചങ്ങല സ്വയമായിട്ട് അവർ തന്നെ ചങ്ങലയിൽ, അതായത് ഞാൻ ശരിക്കും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ വലിയ ചങ്ങലയിൽ ബന്ധിച്ച് അവർ തന്നെ പൂട്ടിട്ട് അവർ തന്നെ മണ്ണിൽ ഇങ്ങനെ കിടക്കുകയും അവിടെ തന്നെ തൂറുകയും മുള്ളുകയും ഒക്കെ ചെയ്ത് കിടക്കുന്ന വ്യക്തികളെയൊക്കെ എനിക്ക് കാണാനായിട്ട് എന്ത് ചെയ്തു പറ്റി. ഞാൻ അങ്ങനെ അവിടെയൊക്കെ സന്ദർശിച്ചു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏർവാടിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കവറാണ് കേട്ടോ. ഒരുപാട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ബന്ധുക്കളും അവരൊക്കെ ദൂരെ നിന്ന് വന്നിരിക്കുന്ന, അവിടെ നല്ല കാര്യങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്ത് അവരവിടെ തന്നെ സമാധിയായവരാണ്. അവരുടെ കുടുംബക്കാർ കൂട്ടക്കാരെയൊക്കെ ഓരോ സ്ഥലത്താണ് അവരടക്കിയിരിക്കുന്നത്. ആ കവർ ഇന്നും നിലനിൽക്കുന്നുണ്ട്, ആത്മാവ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ കവറിൽ പോയിട്ടാണ് ഈ ശുദ്രം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് പരിഹരിക്കപ്പെട്ടിട്ടാണ് ഓരോരുത്തരും വരുന്നത്. ഓരോരുത്തരും അവിടെ എന്ന് പറഞ്ഞാൽ ആത്മാക്കൾ അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാക്കളുടെ സാന്നിധ്യം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ട്. അവരൊക്കെ നല്ല ധീര ജവാന്മാരാണ്. നല്ലോണം മരിച്ചിരിക്കുന്ന, നല്ല വിദ്യാഭ്യാസവും നല്ല കാര്യങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ട് സമാധിയായ ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണത്തിലാണ് പറഞ്ഞു തന്നത്. അതായത് കോഴിക്കോട് ജില്ലയിൽ ഒടുങ്ങാക്കാട് എന്ന് പറയുന്ന അവിടെ ഉണ്ട് ഒരു കബറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കരിന്തണ്ടൻ എന്ന് പറയുന്ന ആൾ നല്ല ഒരാളായിരുന്നു, നല്ലൊരു വ്യക്തിത്വമാണ്. കാരണം അത് ഏത് ജാതിയോ ഏത് മതമോ എന്തോ ആയിക്കോട്ടെ, അയാൾ ആണ് ആ അത്രയും വലിയൊരു വഴി എന്ത് ചെയ്ത് കണ്ടുപിടിച്ചു. അതായത് കുറിച്യർ സമുദായത്തിലുള്ള കരിന്തണ്ടൻ മൂപ്പനാണത്. അതിന് ഒരുപാട് ശക്തിയുണ്ട്. അവിടെ പല പണ്ടൊക്കെ അവിടെ കളിയാക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ആളുകളുടെ വണ്ടിയൊക്കെ അവിടെ ബ്ലോക്കായിട്ടുണ്ട്. പിന്നെ അവർ ക്ഷമ യോജിച്ച് തിരിയൊക്കെ കത്തിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇപ്പം എന്തായാലും അതിൻ്റെ സ്റ്റാച്ചു ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അതിലെ വണ്ടിക്ക് വരുമ്പോൾ, ഞങ്ങൾ ബൈക്കിൽ വരുന്ന സമയത്ത് അവിടെ ഇറങ്ങി തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാൻ വരാറ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അതിൻ്റെ ഉള്ളിൽ ആ ചങ്ങലയുടെ ഉള്ളിൽ എനിക്ക് ഇറങ്ങി വിളക്ക് കത്തിക്കാനൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം എനിക്ക് ജാതിയും മതവും ഇല്ല, ഒരു ജാതി ഒരു മതം അങ്ങനെയായിട്ട് ഞാൻ വിശ്വസിക്കാം. ദൈവം ആണിനെ പെണ്ണിനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാവരുടെ ശരീരത്തിൽ ഓടുന്നത് ബ്ലഡാണ്, എല്ലാവരും കഴിക്കുന്നത് ഭക്ഷണമാണ്. അപ്പോൾ എല്ലാവർക്കും കണ്ണുണ്ട് മൂക്കുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്ന തത്വങ്ങളാണ്. നിങ്ങളാരും എന്തോ ചിന്തിക്കുകയോ എടുക്കുകയോ അതെനിക്ക് വിഷയങ്ങളുള്ള കാര്യങ്ങളല്ല. ഈ ജാതി മതം വേർകൃത്യങ്ങളെല്ലാം കാണിച്ച് എന്തെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ കാണിച്ചാലും നമ്മൾ ഒരു ദിവസം എന്ത് ചെയ്യും, നമ്മൾ മരണപ്പെട്ട് നമ്മൾ ആ പെട്ടിക്കകത്ത് പോയി കിടന്നുറങ്ങി 2-3 ദിവസം കഴിയുമ്പോൾ ചീഞ്ഞളിഞ്ഞ് ജീവിക്കും. നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് നമുക്ക് മരണം കിട്ടും. നല്ലത് ചെയ്താൽ നമുക്ക് നമ്മുടെ ആത്മാവ് വീണ്ടും നല്ല ജനനമായിട്ട് നമ്മൾ മാറും. അല്ല, നമ്മൾ ദുഷ്ടതയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇനിയൊരു ജന്മം വരുമ്പോഴും ഇനിയൊരു ജന്മം നമ്മൾ എടുത്താലും നമ്മൾ ഇതുപോലെയൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതം. അപ്പം നമ്മൾ ഈ ജന്മത്തിൽ ഇപ്പം ഞാനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഞാൻ വളരെ ശാന്തമായി ഇരുന്ന് ഞാൻ വളരെ
വളരെ എന്നെ തന്നെ കീപ്പ് ചെയ്ത് എന്നെ തന്നെ ശാന്തമാക്കി ഞാൻ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഓരോന്നും മറന്ന് ഞാൻ ഓരോ ദിവസവും ഞാൻ എൻ്റെതായ പോസിറ്റീവിനെ കണ്ടെത്തി എൻ്റെ പോസിറ്റീവിലേക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എൻ്റെ അടുത്ത ഇനി വരുന്നൊരു ജന്മത്തിൽ ഞാൻ വേറൊരു ജന്മമായിട്ട് എനിക്ക് ഉടലെടുക്കാൻ പറ്റും. അല്ല ഞാനിതെല്ലാം ഇങ്ങനെ പൂട്ടി ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അവരങ്ങനെ ഇവരിങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കിനി വരുന്നൊരു ജന്മം ഈ ജന്മമായി തീരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ജന്മത്തിനെ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഇനി വരുന്ന ഒരു മുൻജന്മം എൻ്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ഒരു തറവാട്ടിൽ അല്ലെങ്കിൽ നല്ല മാതാപിതാക്കളുടെ ഇടയിൽ നല്ല തറവാട്ടിൽ ജനിക്കണമെന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത്. ഇനി ഒരു മുൻജന്മം എനിക്ക് വേണം. കാരണം എനിക്കൊരു മുൻജന്മം വേണമല്ലോ, എനിക്കൊരു ജീവിതത്തിൽ നല്ലത് വേണമല്ലോ. അപ്പോൾ ഇനി ഞാൻ ജനിക്കുന്നുണ്ടെങ്കിൽ നല്ല മാതാപിതാക്കളുടെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യണം? ജനിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളിനിയിപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്ന എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും എനിക്കത് വിഷയമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നവർക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആഭിചാരം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുണ്ട്, പുനർജന്മം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുണ്ട്. അതായത് ഈ ഓരോരുത്തരുടെ വയറ്റിൽ ജനിക്കുന്ന കുട്ടികളും ഒക്കെ പുനർജന്മം എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്, ഏതൊക്കെ അവസ്ഥയിൽ കൂടെയാണ്, ഏത് ജന്മമാണ് പുനർജന്മത്തിൽ, പട്ടിയാണോ പൂച്ചയാണോ മനുഷ്യനാണോ എങ്ങനെയൊക്കെയാണോ ജന്മം കിട്ടുന്നതെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം പുനർജന്മം എന്ന് പറയുന്നത് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിനകത്ത് ഞാനൊരു കാര്യം കാണാനായിട്ട് ഇടയായി തീർന്നു. മാസ്റ്റർ മീഡിയ എന്ന് പറയുന്ന ചാനലിലാണ്. അതായത് ഒരു അച്ഛന് എന്ത് ചെയ്ത് ഭാര്യ മരിച്ചു, 2 മക്കളുണ്ടായിരുന്നു. ആ മക്കളുടെ അയാൾ ഗൾഫിലായിരുന്നു. മക്കളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് മക്കളെ നോക്കാനായിട്ട് വലിയ വലിയ ആളുകളെ ഏൽപ്പിച്ചിരുന്നു, വേലക്കാരെ, വിശ്വസ്തരായ ആളുകളെ എല്ലാം ഏൽപ്പിച്ചു. അയാൾ വലിയ പട്ടീനെ വളർത്തി, വലിയ മതിലുകൾ പണിതു. അങ്ങനെയെല്ലാം ആയിട്ട് എന്ത് ചെയ്തു? അയാളുടെ മകളെ എന്ത് ചെയ്തു? ഈ ഏൽപ്പിച്ചവന്മാർ തന്നെ വെട്ടിക്കൊന്ന് പാർസലാക്കി കിണറ്റിനകത്ത് എടുത്തിട്ടു. എന്നിട്ട് ആ അച്ഛനെ വിളിച്ച് അച്ഛൻ നാട്ടിൽ വന്നതിന് ശേഷം ആ മകളുടെ, ഞാൻ ചുരുക്കി ഷോർട്ടായിട്ടാണ് പറയണത്, ആ മകളുടെ ശരീരം എന്ത് ചെയ്തിട്ടുണ്ട്? ആ വീട്ടിനകത്ത് തന്നെ എന്ത് ചെയ്തു? അയാൾ അടക്കി ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഇന്നും ആ കുട്ടി അവിടെ നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സാന്ദ്ര എന്നാണ് അവളുടെ പേര്. പിന്നെ സാന്ദ്ര നല്ലൊരു മിടുക്കി കുട്ടിയാണ്. അവളെ വീട്ടിനകത്താണ് അടക്കിയിരിക്കുന്നത്. അയാളുടെ പട്ടികൾ ആ വീട്ടിലാണ്. അപ്പോൾ അയാൾ പറയണം, ഞാനും എൻ്റെ മകളുടെ കൂടെ തന്നെയാണ് കിടന്നുറങ്ങുന്നത്, ഞാനും ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ മക്കൾ മരിച്ചു കഴിഞ്ഞാലും ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്നൊരു വീഡിയോ കാണാനായിട്ടിടേ. മാസ്റ്റർ മീഡിയ എന്ന് പറയുന്ന മീഡിയ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ ഈ കഥ ഇന്നിപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ ദിവസങ്ങളിൽ പഠിക്കാൻ പറ്റി. ഈ ഫെബ്രുവരി മാസം 2-ാം തീയതി തൊട്ട് ഇങ്ങോട്ടുള്ള സമയങ്ങളിൽ ഞാൻ ശരിക്കും ഇത്രയും കാലം അനുഭവിച്ചതിൽ കിടന്ന് ഡബിൾ മടങ്ങ് ഞാൻ അനുഭവിച്ചു. പാതാളവും നരകവും സ്വർഗവും എല്ലാം ഞാൻ എന്ത് ചെയ്തു? ദിവസങ്ങളിൽ ഒരുമിച്ച് കണ്ടു. പക്ഷെ ഞാനതൊക്കെ തരണം ചെയ്തു. വളരെ ഹാപ്പിയായിട്ട് തന്നെ എന്ത് ചെയ്തു? അതെല്ലാം തരണം ചെയ്ത് ഞാൻ എന്ത് ചെയ്തു? മുന്നോട്ട് പോയി. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് സമാധാനമുണ്ട്. അതായത് 12 മാസത്തേക്ക് എന്ത് ചെയ്യണം? ബലിതർപ്പണം ചെയ്യണം. ഇന്നും ബലി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ എന്ത് ചെയ്തു? അതുപോയി ഞാൻ എന്ത് ചെയ്തിട്ട് വന്നു. ഇനി അങ്ങനെ അതെന്തെങ്കിലും ആട്ടെ, അത് ഞാനും അതായത് എൻ്റെ ഫാദറും തമ്മിലുള്ള കാര്യങ്ങളാണ്. അതെനിക്ക് മറ്റുള്ളവരോട് പറയണമെന്ന് എനിക്കില്ല, എങ്കിലും ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്ത് ചെയ്യുക? പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ കഥ അറിയാതെ എന്ത് ചെയ്യരുത്? ആട്ടം കാണരുത്. നിങ്ങൾ കഥ അറിയാതെ എന്നെ വിധി എഴുതാൻ എന്ത് ചെയ്യരുത്? വരരുത്. ഞാൻ ആദ്യം എന്താണെന്ന് ആദ്യം മനസ്സിലായി. നിങ്ങൾക്കൊന്നും എന്നെ മനസ്സിലാക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. ഞാൻ എന്താണെന്ന് ആദ്യം അറിയണം, ഞാൻ ആരാണെന്ന് അറിയണം, ഞാൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ എന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാതെ എന്നെക്കുറിച്ച് നിങ്ങൾ ആരും എന്നെക്കുറിച്ച് എന്തെങ്കിലും മോശമായ രീതി കണ്ടിട്ടുണ്ടോ? എന്നെക്കുറിച്ച് എന്തെങ്കിലും മോശമായ രീതി നിങ്ങൾ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ എന്താണെന്ന് പോലും നിങ്ങൾക്കറിയില്ല, ഞാൻ ആരാണെന്ന്. അപ്പം കാണാതിരിക്കുന്ന കാര്യങ്ങൾ കാണാതെയും ഒന്നും കാണാതെ ഒന്നും ഒരാളെ എന്ത് ചെയ്യരുത്? വിധി എഴുതാനായിട്ട് നിൽക്കരുത്. കൂട്ടം കൂടി നിന്ന് ആക്രമിക്കാൻ മെനക്കെടരുത്. അപ്പോൾ എൻ്റെ നാട്ടുകാരോടാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? നല്ല നിലയിൽ ഒരു വ്യക്തിയെ അങ്ങോട്ട് എന്ത് ചെയ്യരുത്? ഒരാൾ പറയുന്നത് കേട്ടുകൊണ്ട് ആക്രമിക്കാൻ എന്ത് ചെയ്യരുത്? കൂട്ടിന് നിൽക്കരുത്. കാരണം
അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പെണ്ണാണ്, ഞാൻ പോയി ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരാൻ പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും മെനക്കെട്ട് നിൽക്കരുത്. പിന്നെ ഇത് അബ്ദുൽ കലാം സാറിൻ്റെ ഒരു ലോക്കറ്റാണ്. ഞാൻ അബ്ദുൽ കലാം സാറിൻ്റെ കബറിടം സന്ദർശിച്ചപ്പോൾ, അബ്ദുൽ കലാം സാറിൻ്റെ വീടൊക്കെ സന്ദർശിച്ച സമയത്ത് അവിടെ നിന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എനിക്ക് മേടിച്ച് തന്നിരിക്കുന്ന ഒരു കീ ചെയിനാണിത്. കാരണം ഞാൻ അതൊക്കെ സന്ദർശിച്ചു. അബ്ദുൽ കലാം സാറിൻ്റെ അതായത് ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാളായിരുന്നു അബ്ദുൽ കലാം സാറ്. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കബഡിയാണ്. ഇതിലും അബ്ദുൽ കലാം സാറിൻ്റെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ വെച്ച്, അബ്ദുൽ കലാം സാറിൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇങ്ങനെ ഒരുപാട് വരുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മേടിക്കാനും എടുക്കാനൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചാണ് കബഡി. ഇതെനിക്ക് ഒരാൾ വാങ്ങിച്ചു തന്ന കീ ചെയിനാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ്, അവർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആളുകളാണ് എനിക്ക് മേടിച്ചു തന്നത്. പിന്നെ അപ്പം ഞാൻ അതൊക്കെ സന്ദർശിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അബ്ദുൽ കലാം സാർ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. അയാൾ വിവാഹം കഴിച്ചിട്ടില്ല, നാടിന് വേണ്ടി രാഷ്ട്രപതി ആയിരുന്നു, നാടിന് വേണ്ടി ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, പോരാടി ഒരു വ്യക്തിയാണ് അബ്ദുൽ കലാം സാറ്. അദ്ദേഹത്തിൻ്റെ ഇട്ടിരുന്ന യൂണിഫോം, അദ്ദേഹം പഠിച്ചത്, അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം നല്ല ഇതായിട്ട് വന്ന് നല്ല ഒരു കവറിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. നല്ല പോസിറ്റീവാണ്. അവിടെയൊക്കെ പോയി കണ്ടപ്പോൾ അതൊക്കെ കാണാനായിട്ട് എനിക്ക് പറ്റി. പിന്നെ അബ്ദുൽ കലാം സാറ് ഇങ്ങനെ അവിടെയുള്ള ആളുകൾക്കെല്ലാം കുളിക്കാനുള്ള ഇങ്ങനെ തൊട്ടി ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ പോയി കുളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അബ്ദുൽ കലാം സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ. മീൻ കച്ചവടവും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്താണ് പുള്ളിക്കാരനെ വളർത്തി വന്നു വലിയൊരു മഹാനായി മാറി. അദ്ദേഹത്തിൻ്റെ അടക്കിയ കബർ, അദ്ദേഹത്തിൻ്റെ വീട് എല്ലാം എന്ത് ചെയ്ത് പോയി സന്ദർശിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അടക്കിയിരിക്കുന്ന സ്ഥലത്തൊന്നും വീഡിയോ അലൗഡ് അല്ല. അതുകൊണ്ട് അകത്തൊന്നും എടുത്തിട്ടില്ല, പുറത്തുനിന്ന് മാത്രം എടുത്തിട്ടുണ്ട്. അകത്തൊക്കെ ഞാൻ കയറി സന്ദർശിച്ചു. അദ്ദേഹം ഇട്ടിരുന്ന യൂണിഫോം, ബൈബിള്, അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും ജാതി മത വ്യത്യാസമില്ലാതെ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരാളായിരുന്നു അബ്ദുൽ കലാം സാറ്, നമ്മുടെ രാഷ്ട്രപതി. അതുപോലെ ഒന്നും നല്ല വ്യക്തിത്വങ്ങളെയൊക്കെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ പോയി കാണാനായിട്ട് എനിക്ക് പറ്റി. യാത്രയിൽ എൻ്റെ നല്ല നല്ല അനുഭവങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അതൊക്കെ കണ്ടും കേട്ടൊക്കെയാണ് എൻ്റെ ലൈഫിലുള്ള പല കാര്യങ്ങളും മറക്കാൻ പറ്റി. പിന്നെ ധനുഷ്കോടി പോയിട്ട് എനിക്ക് നല്ല നല്ല അനുഭവങ്ങളാണ് എന്ത് ചെയ്തത് ഉണ്ടായത്. എല്ലാ നിലയിലും എനിക്ക് കുളിക്കാനാണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിനാണെങ്കിലും ഒക്കെ എനിക്ക് പരിചയമില്ലാത്ത ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി തന്നു. എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ അനുകൂലമായി തന്നെയാണ് എൻ്റെ യാത്രയിലൊക്കെ എനിക്ക് ലഭിച്ചത്. ഇനി എൻ്റെ വീട്ടുകാരെന്ത് കാണിച്ചാലും നാട്ടുകാരെന്ത് കാണിച്ചാലും എനിക്ക് പല സ്ഥലത്തും നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് ലഭിക്കാറുണ്ട്. ഞാൻ അതുകൊണ്ടൊക്കെ ഹാപ്പിയാണ്. അപ്പം എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അഭിചാരം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ഈ ദുർമരണപ്പെടുന്ന ആത്മാക്കളുണ്ടല്ലോ, ദുർമരണം നടന്നിരിക്കുന്ന ആത്മാക്കൾ, അങ്ങനെയുള്ള ആത്മാക്കൾ പല ബോഡിയിൽ, അതായത് തൂങ്ങി മരിച്ചത്, വിഷം കഴിച്ച് മരിച്ചത്, വെള്ളത്തിൽ പോയി മരിച്ചതൊക്കെ, അങ്ങനെയുള്ള പല ആത്മാക്കളും പല ശരീരത്ത് കയറിക്കൂടി അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായ വിഷയങ്ങൾ വന്നിട്ട് അങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് കാണാൻ പറ്റി. അവരുടെ ശരീരത്തിൽ നിന്ന് ബാധകളിങ്ങനെ ഇളകുന്നതും ബാധകൾ ഇങ്ങനെയൊക്കെ ഒഴിഞ്ഞു പോകുന്നതും ഒക്കെ അലറി വിളിക്കുന്നതൊക്കെ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അപ്പം നിങ്ങൾ ഈ വെറുതെ ഇരുന്ന് പിന്നെ മറ്റുള്ളവർ വിധിക്കുകയും പഴിചാരുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് പോയി കാണണം. എന്നാലേ നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റത്തുള്ളൂ. മനുഷ്യൻ എന്താണെന്നും മനുഷ്യൻ്റെ അധർമ്മങ്ങൾ എന്താണെന്നും ഒക്കെ ഈ ഭൂമി എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുകയും പഠിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇനിയും കുറച്ച് വീഡിയോ ഉണ്ട്, നല്ല നല്ല കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാൻ.
അപ്പോൾ ഇന്നിപ്പം വൈകുന്നേരം ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു ഇങ്ങനെ വന്നിരുന്നപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ, അതായത് കുറച്ച് കാര്യങ്ങളായിട്ടൊരു വീഡിയോ ചെയ്തതാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫെബ്രുവരി മാസം 2-ാം തീയതി തൊട്ട് ഇങ്ങോട്ട് അനുഭവിച്ച പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഞാനൊരു 3-4 ദിവസമൊക്കെ ആയിട്ടുള്ളൂ റിലീസായിട്ട് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. പലവിധമായ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.